എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മട്ടർ പുലാവാണ്. ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി. നമുക്കിത് ഡിന്നറായിട്ട് ലഞ്ചായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളും ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റൈസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയൊക്കെ കൂട്ടി കഴിക്കാം, ചിക്കൻ കറി അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊളിച്ച് എടുക്കുന്ന പച്ച ഗ്രീൻ പീസാണ്. പിന്നെ നമുക്ക് ഉണങ്ങിയതാണെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ടെടുക്കണം. പിന്നെ ഞാനിതാ കുറച്ച് 2 മീഡിയം സൈസ് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, വെളുത്തുള്ളിയുടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വെള്ളത്തിന് പകരം നമ്മൾ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. കുറച്ച് മല്ലിയില, പുതിനയില. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വലിയൊരു സ്പൂണിന്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ 1 കഷ്ണം കറുകപ്പട്ട, 2 ഏലക്ക, 2 ബേ ലീഫ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 നുള്ളി ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്കിനി സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയാണെങ്കിൽ ഒരുപാട് അങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് എരിവിനാവശ്യമായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അപ്പം എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പം നമ്മളിത് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമില്ല. നമ്മളിത് കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഇഞ്ചിയുടെ ഒരു പച്ചക്കുത്ത് മാറണം. അപ്പോൾ അതുവരെ ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി. ഞാനിവിടെ ബസ്മതി റൈസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിന് ഞാൻ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി അരമണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം തോർത്തിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പം ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസിന് കുറച്ച് ടേസ്റ്റ് കിട്ടും. അതല്ല തേങ്ങാപ്പാൽ ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. റൈസിൽ ഒരു അല്പം മുന്തി വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം മല്ലിയില, പുതിനയില ഇട്ട് കൊടുത്തു. നമ്മൾ കുക്കർ അടച്ചിട്ടുണ്ട്. ഇനി ഒരു 3 വിസിലടിച്ചതിന് ശേഷം നമുക്ക് എയറെല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. തമ്മിലൊട്ടുകയോ ഒരുപാട് വെന്ത് പോവുകയൊന്നും ചെയ്തില്ല. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്കിത് രാവിലെ കുഞ്ഞുമക്കൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാം. അപ്പോൾ ഈ ഗ്രീൻ പീസൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളുടെ കഴിക്കുകയും ചെയ്യും. അവർക്കിത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായോ എന്ന് കരുതുന്നു.
അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.